ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് അടുത്ത ഒരു ഡെവലപ്മെന്റൽ പാർട്ടാണ് 12 മന്ത്. ഒരു മേജർ മൈൽസ്റ്റോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. 12 മന്തിൽ 11 മന്തിൽ നമ്മൾ എന്താ പറഞ്ഞത്, കുഞ്ഞുങ്ങൾ പിടിച്ചെണീറ്റ് കൈവിട്ട് 2 സെക്കൻഡ് നിൽക്കും എന്നുള്ളത്. 12 മന്ത് ആകുമ്പോൾ കുഞ്ഞുങ്ങൾ 1-2 സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാനുള്ള ചാൻസസ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കുനിഞ്ഞ സാധനങ്ങൾ എടുക്കാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കണ്ടുവരാവുന്നതാണ്. ഫൈൻ മോട്ടോർ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ റിങ്സ് പോലത്തെ സാധനങ്ങൾ കുഞ്ഞുങ്ങൾ ഇടാനായിട്ട് ട്രൈ ചെയ്യുന്നത് നമുക്ക് കാണാം. 2 കൈയിലും 2 ക്യൂബ്സും അല്ലെങ്കിൽ 2 സാധനങ്ങളൊക്കെ വെച്ചിട്ട് ക്ലാപ്പിംഗ്, ബാങ്കിങ് ചെയ്യാൻ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കാര്യമായിരിക്കും. വെർബൽ കമ്മ്യൂണിക്കേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ അമ്മ, അച്ഛൻ എന്ന വേർഡ് കൂടാതെ 2 വേർഡ്സ്, ഒരു 3 വേർഡ്സ് എങ്കിലും ഈ 1 ഇയറിൽ കുഞ്ഞുങ്ങൾ പറയേണ്ടതായിട്ട് ഉണ്ട്. മാത്രമല്ല, നമ്മൾ ഒരു സ്ഥലത്ത് ഇരുത്തി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ആ സ്ഥലത്ത് തന്നെ ഇരിക്കണം എന്നില്ല. ഇവര് എല്ലായിടത്തും കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ചെറിയ ചെയർ, ചെറിയ സ്റ്റൂള്, പടികള് ഇതിലെല്ലാം വലിഞ്ഞു കയറുന്നതായിട്ട് നമുക്ക് കാണാം. 1 വയസ്സുള്ള കുഞ്ഞുങ്ങളുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ഇവരുടെ പുറകെ തന്നെ നിൽക്കേണ്ടതായിട്ട് നമ്മൾ വരുന്നുണ്ട്. കാരണം ഇവർ ഒരിടത്ത് ഇരിക്കുന്നില്ല. പല സ്ഥലത്തും ഇവര് കയറി പോവാനും അല്ലെങ്കിൽ ഓരോന്ന് കയറി പിടിക്കാനും ഒക്കെ ചാൻസസ് ഉള്ളത് കൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു ഏജ് ഗ്രൂപ്പാണ് ഈ 1 ഇയർ എന്ന് പറയുന്നത്. മാത്രമല്ല, ഇവരുടെ ഫുഡിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു 1 ഇയർ ഒക്കെ ആവുമ്പോൾ തന്നെ നമ്മൾ എല്ലാ ഫാമിലി പോട്ട് ഫുഡും നമ്മൾ കുഞ്ഞുങ്ങളിൽ കൊടുത്ത് ശീലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 1 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മൾ മൾട്ടിഗ്രെയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടതും. ഈ ഒരു 1 ഇയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബ്രെയിൻ ഡെവലപ്മെന്റ് സ്റ്റാർട്ടിങ്, അതായത് അവരുടെ ഡെവലപ്മെന്റ്സ്, ബ്രെയിൻ ഗ്രോത്ത് ഡെവലപ്മെന്റ് കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരു ഏജ് ഗ്രൂപ്പും കൂടെയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രീൻ ടൈം കൊടുക്കുന്നത് വളരെയധികം സൂക്ഷിക്കണം. നമ്മൾ കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല, സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ ഇവർക്ക് സ്ട്രേഞ്ചർ ആങ്സൈറ്റി വരാനുള്ള ഏജും കൂടെയാണ്. കാരണം ഫെമിലിയർ ആയിട്ടുള്ള മുഖങ്ങൾ ഇവർക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടാവും. അപ്പോൾ അവരുടെ കയ്യിൽ പോവാൻ ആയിരിക്കും ഇവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോകാൻ വളരെയധികം ഇവര് മടി കാണിക്കുന്നതായിട്ട് നമുക്ക് കണ്ടുവരാവുന്നതാണ്. വേറൊരു കാര്യം, നമ്മൾ ഒരു സാധനം ഒളിപ്പിച്ചു വെച്ചാൽ, ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ ഒരു സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അത് കണ്ടുപിടിക്കാനുള്ള ആ ഒരു രീതിയും അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര അധികം ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് നമുക്ക് കണ്ടുവരാവുന്നതാണ്. ഭയങ്കര അധികം ലൗഡ് വോയിസിൽ ചിരിക്കുകയും ഒക്കെ ചെയ്യും. പെട്ടെന്ന് ഇവർക്ക് സങ്കടം വരാനുള്ള ചാൻസസ് ഒക്കെ ഈ 1 ഇയറിൽ കാണും. നമ്മളൊന്ന് ദേഷ്യപ്പെട്ടാലൊക്കെ ഇവരുടെ മുഖം മാറാനും നമ്മുടെ ഇമോഷൻസ് ഇവർക്ക് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കി എടുക്കാനും ഇവർക്ക് പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിലോട്ട് അടുത്തത് കാണുന്നവരെ ടാറ്റാ.